നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പത്രവായനയെക്കുറിച്ചാണ് പറയുന്നത്. പത്രവായനയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ വീട്ടിൽ വെളിച്ചം വരുന്ന സമയത്ത്, രാവിലത്തെ വെളിച്ചം വരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പത്രം വായിക്കുക. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡിയും കിട്ടും, അറിവും കിട്ടും, മനസ്സിന് സന്തോഷം കിട്ടും. അതെല്ലാവരെയും കാണിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ മാതൃഭൂമി പത്രമാണ്. അപ്പോൾ മാതൃഭൂമി പത്രമാണ് നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ ഐഫോൺ 17 പ്രോൻ്റെ ഒരു പരസ്യമാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പിന്നെ അടുത്ത പേജിലും ഐഫോൺ 17 മാജിക് ക്രോമാറ്റിക് അതിൻ്റെ പരസ്യമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പേജ് മാതൃഭൂമി ജനുവരി 15 വ്യാഴാഴ്ച 1201 മകരം 1-ാം തീയതി. ഇന്നലെ മകരജ്യോതി ആയിരുന്നല്ലോ, ധനു അവസാന ദിവസം. അപ്പോൾ മകരജ്യോതി ഇന്നലെ ആയിരുന്നല്ലോ, അതിൻ്റെ ചിത്രമാണ്. പിന്നെ ഇന്നലെ ജനുവരി 14-ാം തീയതി തൃശ്ശൂർ ജില്ലയിൽ വെച്ചിട്ട് 64-ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ടിവിയിലൊക്കെ ഉണ്ടാണ്. അതിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. രാഹുലിന് അയോഗ്യനാക്കോടിൽ ഒരു പരാതി കിട്ടിയെന്നുള്ള വാർത്ത, ഖത്തറിലെ ഉദ്യോഗസ്ഥരെ US ഒഴിപ്പിക്കുന്നു എന്നുള്ള വാർത്ത, തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി പൗരത്വം തീരുമാനിക്കുന്നവരെ വോട്ടവകാശം തടയാനാകുമെന്നുള്ള വാർത്ത, പിന്നെ ഇടതും മുന്നണി വിടില്ലെന്ന് ജോസ് കെ മാണി ഇവിടെ വാർത്ത, അങ്ങനെയുള്ള ചിത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഇന്ന് ജനുവരി 15 പാലിയേറ്റീവ് ദിനം, അതിൻ്റെ ഒരു വാർത്ത ഉണ്ട്. പിന്നെ ആന ചെരിഞ്ഞു, നെറുങ്കൈ കോട്ട ക്ഷേത്രത്തിൽ വള്ളിക്കുന്ന ആന ചെരിഞ്ഞു എന്നുള്ള വാർത്ത ഉണ്ട്. ജപ്പാൻ ജ്വരം, ഇപ്പോൾ സ്കൂളിലൊക്കെ ജപ്പാൻ ജ്വരത്തിനെതിരെ കുത്തിവയ്പ്പൊക്കെ എടുക്കുന്ന സമയമാണ് സ്കൂളുകളിൽ. അതിൻ്റെ ജപ്പാൻ ജ്വരം വർദ്ധിക്കുന്നു, അധിക ജാഗ്രത കാണുന്ന വാർത്ത ഉണ്ട്. നിലമ്പൂർ കാടുകളെ എന്ന ലോകാത്മക, നമ്മൾ നിലമ്പൂർ പോയത് തേക്കുംതോട്ടം കാണാം, പിന്നെ കാടുകൾ, അങ്ങനെയുള്ള ചിത്രങ്ങളാണ്. സന്നിധാനത്ത് കളമെഴുത്ത് തുടങ്ങി, അങ്ങനെയുള്ള വാർത്തകളാണ് ഈ പേജിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്ത പേജിൽ കേരള കുംഭമേള തിരുനാവായ അവിടെ നടക്കേണ്ട ഭാരതപ്പുഴയുടെ പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന ഫോട്ടോ, പിന്നെ പണിയ നൃത്ത എ ഗ്രേഡ് നേടിയ കുട്ടികളുടെ ചിത്രം, ഓട്ടംതുള്ളലിൻ്റെ ചിത്രം, ബാലഭൂമിയുടെ പരസ്യത്തിൻ്റെ ചിത്രം ഉണ്ട്, സർക്കാർ തലത്തെ ഇടത്താവളം വേണമെന്നുള്ള ചിത്രം അയ്യപ്പന്മാർക്ക്, കണ്ടുറുമ്പക്കാവ് ഇടത്താവളത്തിന് സമാപനം, കണ്ടുറുമ്പക്കാവ് പൊന്നാനി കണ്ടുറുമ്പക്കാവിൽ ഇടത്താവളം ഒരുക്കിയിരുന്നു അയ്യപ്പഭക്തർക്ക്. അപ്പം അത് ഇന്നലെ അതിൻ്റെ സമാപന മകരജ്യോതി ഇന്നലെ കണ്ടതാണ്. അതിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് അവിടെ സൗഹൃദ സമ്മേളനം ഉണ്ടായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി സാറാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ചിത്രമുണ്ട്. ഇൻ്റർ സ്കൂൾ സയൻസ് ഫുട്ബോൾ ചിത്രങ്ങൾക്ക് പരസ്യ ചിത്രങ്ങളുണ്ട് ഈ പേജിൽ നമുക്ക്. അടുത്ത പേജിൽ നമ്മൾ പറയുന്നത് ജീവനക്കാർക്കാനുള്ള KSRTCയുടെ ബാധ്യതയെ കുറിച്ചിട്ടാണ്. 849.44 കോടി നൽകാനുണ്ട് ബാധ്യത. പിന്നെ പണപ്പെരുപ്പം 0.83%. പിന്നെ പുതുക്കാൻ കേരളത്തിലെ എയ്റോസ്പേസ് മേഖല, ആഗോള സുഗന്ധവ്യഞ്ജന സമ്മേളനം കൊച്ചിയിൽ, സ്വത്ത് നികുതി, കാലിഫോർണിയയിൽ നിന്ന് ആസ്തി മാറ്റി ഗൂഗിൾ സ്ഥാപകർ, ബ്രഹ്മോസ് യൂണിറ്റ് നേട്ടമാകും, ഇന്ത്യ 7.2% വളർച്ച, റെക്കോർഡിട്ട് സ്വർണ്ണവില, ലക്ഷം കടന്നല്ലോ. ഒരു പവന് 1,05,600 രൂപയാണ് പവന് വില, സ്വർണ്ണ വില. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പേജിൽ കൊടുത്തിരിക്കുന്നു. അടുത്ത പേജിൽ ബൂത്ത് തലം മുതൽ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ വാർത്തയുണ്ട്. ജോസ് കെ മാണിയുമായി ചർച്ച നടന്നിട്ടില്ല, സാദിഖലി ശിഹാബ് തങ്ങൾ പറയുന്നു. പിന്നെ
നോർക്ക കയർ മണിയെത്തിയവർക്ക് വേണം കയർ. പിന്നെ തൃണമൂൽ ഹർജി തീർപ്പാക്കി. കാലിക്കറ്റ് ബി.എഡ് മൂല്യനിർണ്ണയത്തിൽ പിഴവ്. അതുപോലെ കേരള യാത്ര സമാപനം നാളെ. പിന്നെ കേരള മുസ്ലിം ജമാഅത്ത് കേരള യാത്രയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണം. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് മന്ത്രി പ്രസാദ് ചേർന്ന് പ്രകാരം നൽകുന്നു. പിന്നെ അടുത്ത പേജിൽ എസ്സേകളുള്ള പേജാണ്. കടലടയും കാലം. പിന്നെ അനാവശ്യ വിവാദം. ശബരിമലയിൽ എല്ലാം കലങ്ങി തെളിയട്ടെ എന്നുള്ളത്. ആരാകിലും എന്താകിലും ഒരിക്കലും മരിക്കില്ല എന്ന പോലെ ജീവിക്കുക. വേരുറപ്പിക്കുന്ന വൈരുദ്ധ്യം. അങ്ങനെ കുറേ വാർത്തകളുണ്ട് അതിൽ. പിന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയുടെ വാർത്തകളുണ്ട്. കലയുടെ സ്വഭാവം മാറിയത് മന്ത്രി. പേച്ചോർക്ക് ജയിൽ സത്യപ്രതിജ്ഞ നടന്നില്ല. അമ്പലങ്ങൾ തരംതിരിച്ച് സ്ത്രീ കുടുങ്ങി. ദേശം ആരവല്ലിയിലെ കണ്ണീർ പദങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ്. അടുത്ത CPM നേതൃത്വം തുല്യത മറന്നു. ഹൈദരാബാദിലെ 500 തെരുവ് നായ്ക്കളെ കൊണ്ടുപോയി. ഇവിടെയുണ്ട് തെരുവ് നായ്ക്കളെ ശല്യം. കാലിഫോർണിയയിൽ നിന്നൊരു പരിണാമ കഥ. പുതുതായി 48 കർഷകരെ സൃഷ്ടിക്കാൻ നമ്മുടെ ഇവിടെ തൃക്കാവിലുണ്ട് പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പരസ്യം പോവുകയായിരുന്നു വാഹനത്തിൽ. നമ്മൾ വാർത്ത തുടരുന്നു. നമ്മുടെ ഹൈദരാബാദ് എന്ന് പറഞ്ഞില്ലേ 500 തെരുവുനായ്ക്കളെ കൊണ്ടുകൊടുത്ത്. ഇവിടെയും 100 തെരുവുനായ്ക്കളെ ശല്യമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുന്നവരെ പ്രക്ഷോഭം. സണ്ണി ജോസഫ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പേര് മാറ്റി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ ലോകഭവന് മുന്നിൽ നടത്തിയ രാത്രി സമരത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ ചിത്രമുണ്ട് ഈ പേജിൽ. ജനസമ്പർക്കത്തിൽ പത്മകുമാറിനെ തള്ളിപ്പറയും. കാലിഫോർണിയയിൽ ഒരു പരിണാമ കഥ. മണ്ണിലെ യുദ്ധപ്പണി തുടങ്ങിയ ഈ പേജിലുള്ളത്. പിന്നെ അടുത്ത പേജിൽ കോളേജ് അധ്യാപക നിയമനം. പുതുതായി 48 തസ്തികകൾ സൃഷ്ടിക്കാൻ മന്ത്രിസഭ തീരുമാനം. കിക്മ MP അഭിമുഖം. കാലിക്കറ്റ് സർവകലാശാല വാർത്തകൾ. നേവിയിൽ +2 B.Tech കാഡറ്റ് എൻട്രി. അങ്ങനെ സെക്ഷൻ. അടുത്ത പേജിൽ കേരള 64ാമത് കേരള സ്കൂൾ യുവജനോത്സവത്തിനാണ്. അതിലെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും സർവമായ അതിലത്തെ ശിവൻകുട്ടി സാറിനൊപ്പം നടി പ്രിയ ഷിബു. പിന്നെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചിത്രങ്ങൾ സമ്മാനം കിട്ടി. പിന്നെ അടുത്ത പേജിൽ ഗുജറാത്തിലെ പോർബന്ദർ ഡിസംബർ 21 യാത്ര. മസ്കറ്റിൽ തീരത്തെത്തിയ ഇന്ത്യൻ നാവികസേനയെ INSV കൗണ്ടിന്യ കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കുന്ന ചിത്രം. ടോൾ പ്ലാസ എന്ന ടോൾ പിരിവ് തുടങ്ങിയിട്ടല്ല അവിടെ സമരക്കാരെ ചിത്രം. അങ്ങനെ ഈ സമരം ഇപ്പോഴും നടക്കുന്നുണ്ട് ചിത്രമാണ്. പിന്നെ അടുത്ത പേജിൽ ഭരണവാർത്ത സമരമാണ്. പിന്നെ അത് കഴിഞ്ഞ് വിദ്യ കുട്ടികൾക്കുള്ള ഓരോ അറിവ് നേടുന്ന കാര്യങ്ങളൊക്കെയാണ്. ശാസ്ത്രവും വായിക്കാൻ മനോഹരമായ കാര്യങ്ങളാണ്. മാർട്ടിൻ ഗുഡ്മാൻ. വിഷ്ണുവിനൊപ്പം ഒരു ജീവിതം. അടുത്തൊരു വർത്തമാനമാണ്. പൊന്നാനിയിലേക്ക് വാർത്തകളാണ്. പിന്നെ അങ്ങനെയുള്ള വാർത്തകളാണ് കാണുന്നത്. നാട്ടിലെ വാർത്തകൾ, ഉത്സവങ്ങൾ. അതുപോലെ സ്പോർട്സ് പേജ്. ക്രിക്കറ്റ്. UP വാരിയേഴ്സ് വിക്കറ്റ് കിട്ടിയ ഷഫാലി വർമ്മ സാധാരണക്കൊപ്പം സന്തോഷം നേടുന്നു. മിച്ചൽ പിടിച്ചു. പരമ്പര നേടാനിറങ്ങി ഇന്ത്യക്ക് മുന്നിൽ. മിച്ചൽ സെഞ്ചുറി. നെഞ്ചും വിരിച്ചു. അങ്ങനെ വാർത്തയോട് പുതുക്കോട് മാവേലി മാനം കാലത്ത് കാലിക്കറ്റ് അന്തർസഭ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. സ്പോർട്സ് വാർത്തകളാണ്. അത് കഴിഞ്ഞ് വീണ്ടും പരസ്യങ്ങളാണ്. പ്രസ്റ്റീജിൻ്റെ പരസ്യം.
അത് നമ്മൾ വീണ്ടും എഴുതാം. മൊത്തം നമ്മൾ 16 പേജാണ്. അപ്പോൾ കുറേ നമുക്ക് ഇനി ഇതിലെ കണ്ടൻ്റൊക്കെ വായിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വെളിച്ചം വരുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് പത്രം വായിക്കുക. അപ്പോൾ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും, പത്രം വായിച്ച് അറിവ് കിട്ടും, മാനസിക ഉല്ലാസം കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വരാം. നമുക്ക് ഇതിലെ കണ്ടൻ്റൊക്കെ വായിക്കാറുണ്ട്. നമ്മൾ വായിച്ചെങ്കിൽ മാത്രമേ ഹെഡ്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ.